ഖുർആൻ ബോംബല്ല, തോക്കല്ല, AK-47 അല്ല, സ്റ്റഡ് മിസൈൽ അല്ല, മറിച്ച് പടച്ച റബ്ബിൽ നിന്നുള്ള വെളിച്ചമാണത്, മാർഗദർശനമാണത്. ഖുർആൻ കൊണ്ടുള്ള ജിഹാദിന്റെ വിവക്ഷ എന്താണ്? ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആശയ ആദർശ പ്രചാരണവും പ്രബോധന പ്രവർത്തനങ്ങളുമാണ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്. അതുകൊണ്ട് ജിഹാദിന്റെ പേരിൽ അത് തീവ്രവാദവും ഭീകരവാദവുമായെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് ചില മനസ്സുകൾക്കകത്തേക്ക് ഖുർആനിന് പകർത്താൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ലോകം ഇന്ന് ഖുർആൻ വായിക്കുന്നു, ലോകം ഇന്ന് ഖുർആൻ കേൾക്കുന്നു. വിമർശന ബുദ്ധിയോടുകൂടെ വിശുദ്ധ ഖുർആനിനെ വിധേയമാക്കിയ ആളുകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഹൃദയത്തിലേക്ക്, നെഞ്ചിലേക്ക് അലച്ച് ചേർത്തു പറയുന്നു, ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഇത് ഹുദയാണ്, ഇത് ഹുദയാണ്, ഈ ഹുദയെ ഞാൻ എന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു എന്ന്. നിങ്ങൾ നോക്കി, മുഹമ്മദ് എന്ന് പേര് കേട്ടാൽ തന്നെ വെറുപ്പും മറപ്പുമാണ് എനിക്ക് എന്നാണ് മറുപടി പറഞ്ഞത്. ഖുർആൻ വൈരുദ്ധ്യമുള്ള വേദഗ്രന്ഥമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അയാൾ ഖുർആൻ പഠന വിധേയമാക്കിയത്. ഒടുവിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ മുന്നിൽ അദ്ദേഹം വിനയാന്വിതമാവുകയാണ്. ലോകത്തോട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇത് ഹുദയാണ്, ഇത് ദൈവീകമായ മാർഗദർശനമാണ്. ഞാൻ ഏറെ വെറുപ്പോടെ നോക്കിക്കണ്ട പേരുണ്ടല്ലോ, ആ പേര് ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തന്റെ പേരിന്റെ തുടക്കത്തിൽ തന്നെ മുഹമ്മദ് എന്ന പേര് കൂട്ടിച്ചേർത്ത് വായിക്കുന്നു അദ്ദേഹം. മുഹമ്മദ് നിർമ്മടിപ്പിട്ടാളെന്ന്. ഇത് മാറ്റമാണ്, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ മാറ്റമാണ്. ഇത് ചിലർക്ക് സഹിക്കുന്നില്ല, ചിലർക്ക് രസിക്കുന്നില്ല. അവർ ഖുർആനെതിരെ ആക്ഷേപങ്ങളുമായി വരുന്നു, വിശുദ്ധ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒടുവിൽ വിശുദ്ധ ഖുർആനെ നടുറോട്ടിൽ വെച്ച് പച്ചക്ക് കത്തിച്ച് കരിച്ച് ചാമ്പലാക്കുന്നു. 2023 ഒരു പെരുന്നാൾ ദിവസമാണ് ഒരാൾ ഖുർആന്റെ കോപ്പി കത്തിച്ച് ചാമ്പലാക്കി ഖുർആനെതിരെയുള്ള തന്റെ പകയും വിദ്വേഷവും പ്രഖ്യാപിച്ചത്. എന്താണ് സ്വീഡനിലെ മുസ്ലിങ്ങൾ അന്ന് ചെയ്തത്? ആ കത്തിച്ച മനുഷ്യന്റെ വേദഗ്രന്ഥം ചെയ്യാൻ പോവുകയല്ല ചെയ്തത് മുസ്ലിങ്ങൾ. എവിടെ വെച്ച് കത്തിച്ചോ അവിടെയുള്ള മുസ്ലിങ്ങൾ ഒന്നടങ്കം തെരഞ്ഞു വന്ന് സൂറ ഫറഖ് ഒരുമിച്ച് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ വരികളെ ലോകത്തിന് പകർത്തി നൽകിയവർ, സ്വീഡനിലെ നെയ്യോ സാധുതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയവർ, സ്വീഡനിലെ മുഴുവൻ മനുഷ്യരുടെയും വീടുകളിലേക്ക് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എത്തിക്കുക എന്ന അത്ഭുതകരമായ തീരുമാനത്തിന് അവർ തുടക്കം കുറിച്ചു. അങ്ങനെ സ്വീഡനിലും മുഴുവൻ വീടുകളിലും മുഴുവൻ മനുഷ്യരുടെയും കരങ്ങളിലേക്ക് ഖുർആൻ എത്തിക്കുക എന്ന രീതിയിലാണ് ഖുർആൻ കൊണ്ട് അവന് ജിഹാദ് ചെയ്തത് എന്ന ചരിത്രം, എന്ന വസ്തുത നമ്മൾ വിസ്മരിച്ചു പോകരുത് സഹോദരങ്ങളെ. ഇസ്ലാമോഫോബിയ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഒരു പകർച്ചവ്യാധി പോലെ പകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമോഫോബിയക്കെതിരെ അതിന്റെ അപകടത്തെ തിരിച്ചറിയുകയാണ് ഐക്യരാഷ്ട്രസഭ പോലും. അതെ, മാർച്ച് 15 അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ, ഇസ്ലാമിനെതിരെ ഈ പേടിയും ഈ ഭീതിയും പ്രചരിപ്പിക്കുക വഴി സമാധാനത്തിന്റെ ആദർശത്തെ, മതത്തെ ഇങ്ങനെ നിങ്ങൾ തെരുവിൽ മരിച്ചികളല്ല എന്നാണ് ഐക്യരാഷ്ട്രസഭ ലോകത്തോട് പറയുന്നത്. ഈ ഇസ്ലാമോഫോബിയ പ്രതികരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ? ഇസ്ലാമോഫോബിയ എന്ന ഈ പകർച്ചവാദിക്ക് കൂച്ചുവിലുന്നത് നമ്മൾ എന്ത് ചെയ്യണം സഹോദരങ്ങളെ? ഇസ്ലാമോഫോബിയക്കുള്ള മറുമരുന്ന് ഇസ്ലാമാണ്, ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതമാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. വർഗീയതയും വംശീയതയും വംശഹത്യയും ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. നമ്മുടെ മുന്നിൽ കടന്നുപോയിട്ടുണ്ട് ഗുജറാത്ത്, നമ്മുടെ മുന്നിൽ കടന്നുപോയിട്ടുണ്ട് റോഹിംഗ്യ, ഇന്ന് നമ്മുടെ മുന്നിൽ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ. ഈ ചരിത്രത്തെയും സത്യത്തെയും പറയുന്ന മീഡിയ റിപ്പോർട്ടുകളെയും ചാനൽ വർത്തമാനങ്ങളെയും, എന്തിനേറെ സിനിമകൾ വരെ, എന്തിനേറെ പാഠപുസ്തകങ്ങൾ വരെ ഇരുപ്പിന്റെ ശക്തികൾക്ക് ഭയപ്പാട് സൃഷ്ടിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. സത്യത്തെ മൂടിവെക്കാനാണ് അവരുടെ ശ്രമം. പക്ഷെ സത്യം എല്ലാ ഇരുപ്പിനെയും ഭേദിച്ച് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ കൊണ്ട്, ഖുർആനിനെ ഹുദയായി സ്വീകരിച്ച നമ്മൾ ഈ വംശഗത്യയും വംശീയതയും വർഗീയതയും തീവ്രവാദവും പെരുകുന്ന ഈ കാലഘട്ടത്ത് ഞങ്ങൾ വംശീയതക്കില്ല, ഞങ്ങൾ വർഗീയതക്കില്ല, വംശനാശ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്കില്ല, ഞങ്ങൾ അതിനില്ല. മറിച്ച് സഹോദരങ്ങളെ, നമ്മുടെ സഹോദര സഹോദരങ്ങളാണ് മനുഷ്യരെ, നമ്മുടെ സഹോദര സഹോദരങ്ങളാണ്. കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ്, ആദമിന്റെ സന്തതികളാണ് മുഴുവൻ മനുഷ്യരും. ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന മാനവികതയുടെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളാണ് നമുക്ക് ആരെങ്ങൾക്കുള്ള പ്രചോദനം എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അതെ, ഖുർആനിനെ ഹൃദയായി സ്വീകരിക്കേണ്ടത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൂടിയാണ്. കുടുംബ ജീവിതത്തിന്റെ പവിത്രത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം,
അവിഹിത ബന്ധങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലം, നിസാര കാരണങ്ങളാൽ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും പിച്ചു ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇല്ല ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون എന്ന് ലോകത്തോട് പറയാൻ കഴിയണം. വൈവാഹിക ജീവിതം, കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം അത് അല്ലാഹുവിൻ നൽകിയ മവദ്ദത്താണ്, റഹ്മത്താണ്, കാരുണ്യമാണ്, സമാധാനമാണ്, അല്ലാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തമാണ് എന്ന് ലോകത്തോട് പറയാൻ നമുക്ക് കഴിയണം. ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഊർത്ത് ചേർത്തലച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. തകർന്നുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളെ ഊഷ്മളമാക്കി കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയണം. ഖുർആനിന് ഹുദയായി സ്വീകരിക്കേണ്ടത് അയൽപക്ക ജീവിതത്തിലും ബന്ധത്തിലും സാമൂഹ്യ നടപടിക്രമങ്ങളിൽ കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറഹു ബവായിഖ. നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് അയൽക്കാരൻ സുരക്ഷിതനല്ലെങ്കിൽ, നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ അയൽക്കാരൻ ആരുമാകട്ടെ അവൻ നിർഭയനല്ലെങ്കിൽ നമുക്ക് സ്വർഗം ഉണ്ടാവില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സ്വർഗം വേണോ? സ്വർഗം വേണോ? നമ്മുടെ അയൽവാസികൾ നമ്മെ സംബന്ധിച്ച് നിർഭയരാകണം, സുരക്ഷിതരാകണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം. കേരളത്തിൽ ആ സുരക്ഷിതമായ നന്മകളിലേക്ക് ഉയർന്നു നിൽക്കാൻ നമുക്ക് കഴിയണം. കേരളത്തിൽ ഒരു ട്രെയിൻ ചിത്രം നമ്മൾ കണ്ടു, അല്ലേ? ചന്ദനെ കുറിച്ച് ആർത്തിയ ഒരു ചെറിയ പെൺകുട്ടി, ഒരു ഹൈന്ദവ പെൺകുട്ടി യാത്രാക്ഷീണം കൊണ്ട് തന്റെ കൂടെ ഇരിക്കുന്ന പർദ്ദയണിഞ്ഞ ഒരു ഉമ്മയുടെ മടിയിൽ തലചായ്ച്ചുറങ്ങുമോ സ്നേഹവാത്സല്യത്തോടെ ആ പർദ്ദയണിഞ്ഞ ഉമ്മ ചന്ദനക്കുറി ചാർത്തിയ ആ ചെറിയ മോളെ തലോടുന്ന ചിത്രം നമ്മൾ കണ്ടു. മറ്റൊരു ചിത്രം കൂടി നമ്മൾ കണ്ടു. തൊപ്പി അണിഞ്ഞ് മദ്രസയിൽ പോകുന്ന കുട്ടി ബസ് യാത്രക്കരയിൽ തന്റെ കൂടെ ഇരിക്കുന്ന അതേ കുങ്കുമം ചാർത്തിയ ചന്ദനക്കുറി ചാർത്തിയ അമ്മയുടെ മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന രംഗത്ത് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ മകനെ തഴുകുന്ന രംഗം നമ്മൾ കണ്ടു. അമ്മയുടെ മടിത്തട്ട് പോലെ, ഉമ്മയുടെ മടിത്തട്ട് പോലെ സുരക്ഷിതമാവണം നമ്മുടെ നാടും നമ്മുടെ രാജ്യവും. ഈ സുരക്ഷിതത്വവും ഈ സമാധാനവും തകർക്കാൻ ഒരു ശക്തികളെയും അനുവദിക്കാതെ സ്നേഹത്തിന്റെ ശക്തമായ പ്രതിരോധ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ, നമ്മൾ ജനങ്ങൾ എന്ന നിലയിൽ, ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് ഒരുമിച്ച് കഴിയേണ്ടതുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ദ റിയൽ കേരള സ്റ്റോറി. അതല്ലാതെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കള്ള സ്റ്റോറികളുടെ പിന്നാലെയല്ല സഹോദരങ്ങളെ നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന നിലയിൽ, ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര സമര പ്രവർത്തനങ്ങൾക്ക് ജീവനും ചോരയും സർവവും സമർപ്പിച്ചവരെന്ന നിലയിൽ, ആ കാരണവന്മാരുടെ പിൻഗാമികൾ എന്ന നിലയിൽ ഈ നാടിന്റെ നന്മയിൽ ചോർന്നു നിൽക്കാൻ നമുക്ക് കഴിയണം. ഭരണഘടന മുറുകെ പിടിച്ച് മൗലിക അവകാശങ്ങൾക്ക് കൊണ്ട് നിലകൊള്ളുന്നതോടൊപ്പം അവരുടെ അവകാശങ്ങളെ തകർത്തെറിയുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകാതെ ശ്രദ്ധിക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയണം. നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ രാജ്യം, നമ്മൾ പിറന്ന മണ്ണിലാണ്, നമ്മൾക്ക് ശ്വാസവും ജീവനും ഈ മണ്ണിലാണുള്ളത്. അതുകൊണ്ട് ഈ മണ്ണിന്റെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കാനും പ്രാർത്ഥിക്കാനുമേ ഒരു യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിമിന് കഴിയൂ എന്ന ആഴത്തിലുള്ള ബോധം നമ്മൾ നയിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, അതിന് പ്രയാസം സൃഷ്ടിക്കുന്ന ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അതോടൊപ്പം നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രം ലക്ഷ്യമിട്ട് സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ് സ്വത്ത്. ആ വഖഫ് സ്വത്തിനെ വിവാദ വിഷയമാക്കി സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി എല്ലാ അർത്ഥത്തിലും അതിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ നീതീകരിക്കാനാവില്ല. ഒരു വലിയൊരു നന്മയ്ക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ്. അത്തരം നടപടിക്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ ബോധപൂർവം പിന്മാറുകയെന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്, നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണ് സഹോദരങ്ങളെ. അതോടൊപ്പം ഖുർആനിനെ നമുക്ക് ഹൃദയായി സ്വീകരിക്കാം. നമ്മുടെ ധാർമ്മിക രംഗത്ത് ലിബറലിസം അതിന്റെ എല്ലാ ക്രൂര മുഖങ്ങളും സ്വീകരിക്കുന്ന കാലം, അതിന്റെ എല്ലാ ആഭാസങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇല്ല, ആഭാസങ്ങൾക്ക് ഞങ്ങളില്ല, കോന്നിവാസങ്ങൾക്ക് ഞങ്ങളില്ല, ലഹരിക്ക് ഞങ്ങളില്ല, മദ്യപിക്കാൻ ഞങ്ങളില്ല, MDMA-യും LSD-യും ഉപയോഗിക്കാൻ ഞങ്ങളില്ല. ഞങ്ങളുടെ ചെറുപ്പത്തെ തകർത്തെറിയാൻ ലഹരി മാഫിയകൾ ബോധപൂർവം പരിശ്രമിക്കുമോ നമുക്ക് നമ്മുടെ പൊന്നുമക്കളെ വേണം. നമ്മൾ സ്നേഹിച്ച് ലാലിച്ചു വളർത്തിയെടുത്ത നമ്മുടെ ചക്കര കഷ്ണങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഏത് ലഹരി മാഫിയകളിൽ നിന്നും നമ്മുടെ പൊന്നുമക്കളെ, നമ്മുടെ യുവ സമൂഹത്തെ, നമ്മുടെ തലമുറയെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനം കൂടി അതേ ഖുർആനിന് ഹുദയായി സ്വീകരിക്കുമ്പോഴുണ്ട്. കാരണം ഈ നമ്മൾ ഖംറു വൽ മൈസിറു വൽ അസ്ലാം വൽ അസ്ലാം والأنساب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. വലിച്ചെറിയൂ, ജീവിത വിജയം സാധ്യമാകും ലഹരിയെ എന്ന ഖുർആനിക ആഹ്വാനത്തെ നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ കഴിയും? ഖുത്ബക്ക് ശേഷം ഇവിടെ ലഹരിക്കെതിരെയുള്ള പൊതുക്കിലുണ്ട്. മുഴുവൻ സഹോദരങ്ങളും അതിന് സാക്ഷിയാകണം. KNM-ന്റെ നേതൃത്വത്തിൽ, ISM-ന്റെ നേതൃത്വത്തിൽ ശക്തമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ മറ്റേ വഴിക്ക് നടക്കുകയാണ്. ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ. ഒരു കാര്യം മുമ്പുകാരായ നമുക്ക് എന്ത് സന്തോഷമുണ്ട്.
ഒന്നാമത്തെ സന്തോഷത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഇൻദൽ ഫിത്ർ, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ചു അത്. രണ്ടാമത്തെ സന്തോഷം എന്താണ്? ഇൻദ ലിഖാഇ റബ്ബി, പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഇത് റസൂലുള്ളാഹി പറഞ്ഞപ്പോ സഹാബത്ത് ഒന്നടങ്കം നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പടച്ച റബ്ബിനെ ശരിക്കും കാണാൻ പറ്റുമോ റസൂലേ? തീർച്ചയായും കാണാം. പൗർണമി രാവിൽ മേഘക്കെട്ടില്ലാത്ത ദിവസം നിങ്ങൾ പൂർണ്ണചന്ദ്രനെ എത്രത്തോളം തിളക്കത്തോടെ പൂർണ്ണതയോടെ കാണുന്നോ അതിനേക്കാൾ ഉന്നതമായി നിങ്ങളുടെ റബ്ബിനെ കാണാമെന്ന് പറയുമ്പോ സന്തോഷപുളകിതമായ സഹാബത്തിന്റെ കണ്ണും മനസ്സും കലിവും നിറയുന്ന ചിത്രത്തിന് ലോകം ചരിത്രം സാക്ഷ്യം വഹിച്ച സഹോദരങ്ങളെ, നമുക്കും പടച്ച റബ്ബിനെ കാണട്ടെ. നാളെ സ്വർഗ്ഗലോകത്ത് അല്ലാഹുവിനെ കാണാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് വേണ്ടേ? അള്ളാഹ് അവർ കണ്ടുകൊണ്ട് നിൽക്കുമെന്ന, അള്ളാഹനെ നോക്കി നിൽക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നും ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ മഹാസൗഭാഗ്യം നമുക്ക് സാധ്യമാക്കണമെങ്കിൽ റമളാനിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈദ് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ദിവസമാണ്, സ്വതക്കകൾ ചെലവഴിക്കാനുള്ള ദിവസമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെയും കൂട്ടിക്കൊണ്ട് അതേ ഈദ് മുസല്ലയിലെ സഹോദരങ്ങൾക്കിടയിലൂടെ നടന്നു എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായി ബിലാൽ തന്റെ മടിശീൽ അങ്ങനെ പിടിച്ചു നടന്നു എന്ന് നോക്കി ആ സ്വതക്കക്ക് സാക്ഷിയാവുകയാണ്. ചെലവഴിക്കൂ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞപ്പോ ഉമർ അള്ളാൻ ഓടി വന്നു, എന്നിട്ട് തന്റെ സ്വത്തിന്റെ പാതി കൊടുക്കി. എന്നും അബൂബക്കറാന് മുന്നിൽ ഇത്തവണയെങ്കിലും കൂടുതൽ നന്മകൾ ചെയ്ത് തുല്യം സ്വന്തമാക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ഉമർ വന്നത്. പാതി സ്വത്ത് കൊടുത്തു. നബി ചോദിച്ചു, എന്തുണ്ട് ഉമറെ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ മാറ്റിവെച്ചത്? പാതി സ്വത്ത്, ബാക്കി പാതി ഇതാ. അബൂബക്കർ അതാ കടന്നു വരുന്നു. അബൂബക്കർ എന്തുണ്ട്? തന്റെ മടിശീലയിലെ നാണയത്തുട്ടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേൽപ്പിച്ച് അബൂബക്കർ പറഞ്ഞു, നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ എന്തു മാറ്റിവെച്ചു? അബൂബക്കർ പറഞ്ഞു, ഞാൻ എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ഞാൻ എന്റെ റബ്ബിനെ, എന്റെ റസൂലുള്ളാഹിയെ ഞാൻ മാറ്റിവെച്ചു. ബാക്കിയുള്ളതാണെന്ത് ഞാൻ തന്നു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനം. ഈദ് സ്വതക്കയുടെ ദിവസമാണിത്. വിധവകളെയും യതീമക്കളെയും രോഗികളെയും പ്രയാസപ്പെടുന്നവർക്കും താങ്ങും തളരും അവരുടെ കണ്ണീരൊപ്പാനുള്ള ദിവസമാണിത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഹുദയെ ജനങ്ങൾക്ക് പകർന്നു നൽകാനുള്ള ദഅവത്തിന്റെ ദിവസമാണിത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സാധ്യമാം വിധം ചെലവഴിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ചൊവ്വാലിന് നോമ്പുണ്ട്, 6 നോമ്പ്. അത് ചൊവ്വാല് അടുപ്പിച്ചെടുക്കലാണ് ഏറ്റവും പുണ്യകരം. അതല്ലെങ്കിൽ ചൊവ്വാലിൽ എപ്പോ വേണമെങ്കിലും എടുക്കാം. ചൊവ്വാല് വിട്ടു പോകരുത്. ഇങ്ങനെ നമുക്ക് നന്മകളുമായി മുന്നോട്ട് പോവാം. ഏവർക്കും നിറഞ്ഞ ഈദുൽ ഫിത്ർ ആശംസകൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹുൽ അഅ്മാൽ എന്ന് അല്ലാഹുവിനോട് തേടുകയാണ്. റഹ്മാനായ നാഥ, നീ ഞങ്ങളെ മാറാകണമേ. ഞങ്ങൾ എടുത്തു നോമ്പ്, ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം നീ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകണമേ. ഞങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. പടച്ചവന്റെ അങ്ങകലെ ഫലസ്തീനിലെ മക്കൾ, അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ചോര ചിന്തിയ ഒരു വല്ലാത്ത ദുരന്തത്തിലൂടെ ആ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ കടന്നു പോകുമ്പോ നീ അവർക്ക് കാവലാകണേ നാഥ. ആ മണ്ണിൽ നീ സമാധാനവും സലാമത്തും പുനഃസ്ഥാപിക്കണേ നാഥ. ഖുദ്സിന്റെ വിജയം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നാഥ. ചരിത്രത്തിലെ പുതുസു വിജയം നീ ആവർത്തിച്ച് നീ ഞങ്ങൾക്ക് നൽകി സന്തോഷവും അനുഗ്രഹവും പ്രദാനം ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ രാജ്യത്ത് അഭിമാനത്തോടെ ജീവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത മത വിശ്വാസ ആശയങ്ങൾ ആദർശങ്ങൾ വെച്ച് പുലർത്തുന്നവർ അവരുടെ കൈകളോട് കൈകൾ ചേർത്ത് പിടിച്ച് തോളോട് തോൾ ചേർത്ത് പിടിച്ച് ഈ നാടിന്റെ നന്മക്കും പുരോഗതിക്കും വളർച്ചയ്ക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഈ നാടിനെയും ജനങ്ങളെയും നീ കാത്തുകൊള്ളണേ റഹ്മാനെ. നന്മകൾ മത്സരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. നാളെ സ്വർഗത്തിലെ ബാബുർ റയ്യാൻ നീ ഞങ്ങൾക്ക് തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ പൊറുക്കണേ നാഥ. ഞങ്ങളുടെ ഇണകളോടും മക്കളോടും പേരമക്കളോടും നീ പൊറുക്കണേ നാഥ. ഞങ്ങൾ ഭരിച്ചാലും ഞങ്ങളുടെ മക്കൾ തലമുറയിൽ എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന അസുന്ദരമായ ഒരു കാഴ്ച ഞങ്ങളുടെ ജീവിതത്തിന് ശേഷം അത് അനന്ത ലോകാവസാനം വരെ ആ സുന്ദര ചിത്രം ദീൻ നിലനിർത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اللهم افتح لنا باب ريان، اللهم افتح لنا باب ريان، اللهم افتح لنا باب ريان، اللهم افتح لنا أبواب الجنة. ربنا تقبل صيامنا وقيامنا وصلاتنا وزكاتنا
وصالح أعمالنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين وفي كل مكان. اللهم دمر أعداء الدين، اللهم دمر أعداء الدين، اللهم دمر أعداء الدين. اللهم انصرنا المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. സഹോദരങ്ങളെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ശക്തമായ ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നമ്മുടെ ഈദ്ഗാഹ് സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ഈദ്ഗാഹുകളിലും ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടക്കുകയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുക. നമ്മയും നമ്മുടെ നാടിനെയും സമൂഹത്തെയും തകർക്കുന്ന ലഹരി നമുക്ക് വേണ്ട എന്ന അതിശക്തമായ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞാവാചകം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരും. നിങ്ങൾ ഏറ്റുചൊല്ലുക. കൈകൾ ഉയർത്തി പുഷ്ടിച്ചിരിക്കുക. ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രു. എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ്. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും. ലഹരി കൊണ്ട് നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. എൻ്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കുന്നവരുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്യില്ല. ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.